ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. റമദാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തട്ട് ദോശയും പിന്നെ തക്കാളി ചട്നി പിന്നെ നമ്മൾ നോർമൽ ചട്നി ഉണ്ടല്ലോ അതുമാണ് കേട്ടോ. ഒരു മാസം റമദാനായിട്ട് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ ഒരു കത്തി ഉണ്ടല്ലോ നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും ഉണക്കമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാൻ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഗ്രീൻ ചട്നിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഉണ്ടായിരുന്നു. ഡിഷ് വാഷറിൽ ഇടാനുള്ളതൊക്കെ ഡിഷ് വാഷറിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇടയ്ക്കിടയ്ക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്ത് പിന്നെ ഇതാ ക്ലീനിങ്ങിന് പോയപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ ഫിഷ് ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിയൽ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി ഇന്നലെ മീൻ മുളക് ഇട്ടതും അതുപോലെ മോര് കറി ഉണ്ടായിരുന്നത് കാരണം ഇന്ന് കറി വെച്ചിട്ടില്ല. ഇതാ അവിയലും റെഡിയായി. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ നമ്മളെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് നമ്മൾ തുണിമേലാക്കിയിട്ട് അങ്ങനെയുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യൽ. ആദ്യം നല്ലോണം കുറച്ച് വെള്ളത്തിൽ തുടക്കും, പിന്നെ നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ടും കൂടി തുടക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവും കേട്ടോ ഗ്യാസ് സ്റ്റോപ്പ്. പിന്നെ ഇതാ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം തൊട്ട് രാത്രി വരെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ചായക്ക് കടിയായിട്ട് സ്നാക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു മാസമായിട്ട് നമ്മൾ സ്നാക്ക് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതാ കുക്കീസൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.